എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് തിരുവനന്തപുരം CSI ക്രൈസ്റ്റ് ചർച്ച് വികാരി റവറൻഡ് അലക്സ് പി ഉമ്മൻ്റെ ദൈവവിളി അനുഭവങ്ങളാണ്. കൊല്ലം ജില്ലയിൽ ഈസ്റ്റ് കല്ലട മുക്കടവിൽ ശ്രീ കോശിയുമ്മൻ മറിയാമ്മ ഉമ്മൻ ദമ്പതികളുടെ മകനായി ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ വൈദിക വിദ്യാർത്ഥിയായി ചേർന്നു. 1999 വൈദിക പഠനം പൂർത്തിയാക്കി CSI മധ്യകേരള മഹാ ഇടവകയിൽ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ വൈദികനാകുവാനുള്ള മോഹവും താല്പര്യവും ജനിച്ചു. എൻ്റെ പേര് റവറൻഡ് അലക്സ് പി ഉമ്മൻ. എൻ്റെ സ്വദേശം കൊല്ലം ജില്ലയിലെ ഈസ്റ്റ് കല്ലട എന്ന സ്ഥലത്താണ്. എൻ്റെ ജനനം അവിടെ തന്നെയാണ്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ 5ാമത്തെ മകനാണ്. എനിക്ക് 4 സഹോദരങ്ങളും ഒരു സഹോദരിയുമുണ്ട്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം മൺട്രോത്തുരുത്ത് CMS LP സ്കൂളിലും എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഈസ്റ്റ് കല്ലടയിലുള്ള CVKM HS ഹൈസ്കൂൾ എന്ന കലാലയത്തിലും തുടർന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ വിവിധ കോളേജുകളിൽ പ്രീ ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രി വരെ പഠിക്കുവാനും കഴിഞ്ഞു. അതിനുശേഷം ഞാൻ CSI മധ്യകേരള മഹാ ഇടവകയിലെ ഒരു വൈദിക വിദ്യാർത്ഥിയാകുവാൻ താല്പര്യപ്പെടുകയും മഹാ ഇടവകയുടെ പ്രൊസീജിയേഴ്സ് കീപ്പ് ചെയ്തുകൊണ്ട് വിവിധ ഇടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുകയും തുടർന്ന് 1994 ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ വൈദിക വിദ്യാഭ്യാസത്തിൽ ചേരുകയും 1999 അഭിമന്യനായ റൈറ്റ് റവറൻഡ് ഡോക്ടർ സാം മാത്യു തിരുമേനി എന്നെ വൈദികനായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. എൻ്റെ പിതാവിൻ്റെ പേര് ശ്രീ P. കോശി ഉമ്മൻ എന്നാണ്. എൻ്റെ മാതാവിൻ്റെ പേര് മറിയാമ്മ ഉമ്മൻ എന്നാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ എനിക്ക് 3 സഹോദരങ്ങളും ഒരു സഹോദരിയും. ഞാൻ അവരിൽ ഏറ്റവും ഇളയ ആളാണ്. എൻ്റെ സഹോദരങ്ങളെല്ലാം വ്യത്യസ്ത ഇടങ്ങളിൽ കുടുംബസ്ഥരായി പാർക്കുന്നു. ഇതാണ് എൻ്റെ ബാല്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഭാര്യ 3 മക്കളാണ്. ഭാര്യയുടെ പേര് സ്വീറ്റി എന്നാണ്. സ്വദേശം കാഞ്ഞിരപ്പള്ളിയാണ്. അവിടുത്തെ തൂങ്കുഴി എന്ന കുടുംബത്തിൽപ്പെട്ടതാണ് എൻ്റെ ഭാര്യ. അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ 4 വർഷമായി ഞങ്ങൾക്ക് വൈഫിന് ഒരു ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് പരസ്യമായി പറയുവാൻ കാരണം എൻ്റെ സ്നേഹിതരായ 10,000 ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടാണ് ഈ 4th സ്റ്റേജിലുള്ള എൻ്റെ ഭാര്യ ഇപ്പോൾ ആരോഗ്യത്തോടെ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു പരസ്യ സാക്ഷ്യം കൂടിയായിട്ട് ഞാനത് പറയുകയാണ്. 4 വർഷമായി ഒരു ക്യാൻസറിൻ്റെ പ്രയാസമുണ്ട് എങ്കിലും അത് 4th സ്റ്റേജായിരുന്നു. മാത്രമല്ല ഓപ്പറേഷൻ സാധ്യമല്ലാത്ത ഒരു സ്റ്റേജായിരുന്നു. അവിടെയൊക്കെ എന്നെ ബലപ്പെടുത്തിയതും ശക്തീകരിച്ചതും ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ബഹുശതം വരുന്ന പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയാണ്.
അതുകൊണ്ടത് കൂട്ടിച്ചേർത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സ്വീറ്റിയാണ്, ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നു. 3 മക്കളാണ്. മൂത്തവൻ ഇംഗ്ലീഷിൽ MA കഴിഞ്ഞതിന് ശേഷം നെറ്റൊക്കെ ക്വാളിഫൈഡ് ആയിരുന്നു. ഈ ട്രിവാൻഡ്രത്തിനടുത്ത് ലൂർദുമാത എന്ന് പറഞ്ഞ SB കോളേജിൻ്റെ ഉടമസ്ഥതയിലുള്ള കോളേജിൽ അധ്യാപകനായിരുന്നു. അദ്ദേഹവും ആ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ വൈദിക വൃത്തിയിലേക്ക് എൻ്റെ സഭയാകുന്ന CSI മദ്ധ്യകേരള മഹായിടവകയിലെ ഒരു വൈദിക വിദ്യാർത്ഥിയായിട്ട് ഇപ്പോൾ എൻറോൾ ചെയ്യപ്പെട്ടു. അതിൻ്റെ പ്രൊബേഷൻ കാലഘട്ടമാണ്. ചങ്ങനാശ്ശേരിയിൽ ചില പള്ളികളുടെ ചുമതലയിൽ അദ്ദേഹം ഇരിക്കുന്നു. അതാണ് മൂത്ത മകൻ. രണ്ടാമത്തെ മകന് എന്നെ ഡാളസ് എന്ന സ്ഥലത്ത് അമേരിക്കയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾക്ക് ലഭിച്ച ഒരു കുഞ്ഞാണ്. അവൻ 20 വയസ്സായതുകൊണ്ട് അവനിപ്പോൾ അമേരിക്കയിൽ അവൻ്റെ പഠനത്തിനായിട്ട് പോയി. അവൻ അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഫിലഡൽഫിയയിൽ ഒരു ടെമ്പിൾ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ മകളാണ്. അവൾക്ക് 12 വയസ്സുണ്ട്. ട്രിവാൻഡ്രത്തെ ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ അവൾ 7ാം ക്ലാസ് പഠിക്കുന്നു. ഇതാണ് എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി, അല്ലെങ്കിൽ എൻ്റെ കൊച്ചു ഫാമിലിയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. വൈദികനാകുക എന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ചിരകാല അഭിലാഷമാണ്. ഈ വൈദിക വൃത്തിയെക്കുറിച്ചും പൗരോഹിത്യ വിലയെക്കുറിച്ചും പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. എൻ്റെ അമ്മ 2017 ഞങ്ങളെ വിട്ടുപോയി. എങ്കിലും ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് നിരന്തരമായി കേൾക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിലും അമ്മയുടെ സ്വകാര്യ പ്രാർത്ഥനയിലുമൊക്കെ അമ്മ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ദൈവമേ, എനിക്ക് 5 മക്കളെ നീ ദാനമായി നൽകി. അതിലൊരാളെ ദൈവത്തിൻ്റെ വേലയ്ക്കായി വിളിച്ച് വേർതിരിക്കണമേ എന്നുള്ള പ്രാർത്ഥന പലവട്ടം കേൾക്കുകയും അമ്മ അത് നിരന്തരമായി പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സമയത്തൊക്കെ എനിക്കും ഞാൻ അറിയാതെ എൻ്റെ 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ് വിദ്യാഭ്യാസ കാലയളവിലൊക്കെ ഒരു വൈദിക വൃത്തിയുള്ള അഭിനിവേശം വളരെ കൃത്യമായിട്ടുണ്ടാകുവാൻ കാരണം ഒന്ന് എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം, മറ്റൊന്ന് എൻ്റെ കുടുംബത്തിൻ്റെ പ്രാദേശിക ഇടവകയുമായുള്ള ബന്ധം. അവളുടെ ചെറുപ്പകാലം മുതൽ തന്നെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി നിന്നുകൊണ്ടത് തന്നെ എനിക്ക് ഈ പൗരോഹിത്യ ശുശ്രൂഷയോട് അമിതമായ ഒരു താല്പര്യമുണ്ടായി എന്ന സത്യാവസ്ഥയാണ്. എന്നാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് വ്യക്തിപരമായ ഒരു സാക്ഷ്യത്തിൻ്റെയും കമ്മിറ്റ്മെൻറ്റിൻ്റെയും അടിസ്ഥാനത്തിലാണല്ലോ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വരേണ്ടത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അമ്മ നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു, 5 മക്കളിൽ ഒരാളെ നീ വിളിച്ച് വേർതിരിക്കണം. ഈ അമ്മ മരിക്കുന്നതിന് കുറേ നാൾ മുമ്പ് ഞാൻ അമ്മയോട് ചോദിച്ചു, അന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനായിരുന്നു അമ്മയുടെ മനസ്സിലെന്ന്. അമ്മ എന്നോട് പറഞ്ഞു, അന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ റോയ്മോൻ എന്നാണ് വിളിക്കുക, നീ ആയിരുന്നില്ല എൻ്റെ മനസ്സിൽ. അന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്ന് എന്നേക്കാൾ വിദ്യാഭ്യാസവും എന്നേക്കാൾ ഇൻറ്റഗ്രിറ്റിയും എന്നേക്കാൾ ഒരു പക്ഷേ വിശ്വാസവുമുള്ള എൻ്റെ ഒരു സഹോദരനുണ്ട്. അദ്ദേഹം ഇപ്പോൾ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അമ്മേനോട് പറഞ്ഞു, അന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല എങ്കിലും മനസ്സിൽ എൻ്റെ സഹോദരനായിരുന്നു എന്നമ്മ മരണത്തിന് കുറേ നാൾ മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ താല്പര്യത്തെ ദൈവം അത് അംഗീകരിച്ചു എന്നാണ് എനിക്ക് കൃത്യമായി പറയാൻ കഴിയുക. അപ്പോൾ വളരെ വ്യക്തിപരമായി എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ സഭയുടെ എല്ലാ കാര്യാദികളും ഇടപെടുകയും പ്രത്യേകിച്ച് സഭയുടെ ആരാധനകളൊക്കെ എനിക്ക് ഏറെ പ്രിയമാകുകയും ചെയ്തത് യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ അമിതമായ എൻ്റെ ആഴമേറിയ ബന്ധം കൊണ്ടാണ്. ആ യേശുവുമായിട്ടുള്ള ആഴമേറിയ ബന്ധമാണ് ഒരു പക്ഷേ എൻ്റെ പ്രാർത്ഥനയുടെ ഫലത്തിനപ്പുറമായി, അല്ലെങ്കിൽ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ മനസ്സിൽ കൊണ്ട് പ്രാർത്ഥിച്ചില്ല എങ്കിലും ആ ഒരു നിയോഗം എൻ്റെ കുടുംബത്തിൽ നിന്നും എന്നിലേക്ക് വന്നത് എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ പൗരോഹിത്യത്തിൽ പാരമ്പര്യത്തിന് വലിയ കാര്യമൊന്നുമില്ല എങ്കിലും ഒരാത്മീയ നിക്ഷേപം ഓരോ ജനറേഷനിലുമുണ്ട്. അത് എനിക്ക് ലഭ്യമായി എന്ന് സന്തോഷത്തോടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ മകൻ ഒരു കോളേജിൽ അധ്യാപകനായിരുന്നു കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് വരെ.
ഇപ്പോൾ എൻ്റെ മകനും ഈ വഴിത്താരയിൽ പോകുകയാണ്. അദ്ദേഹം മധ്യകേരള മഹായിടവകയുടെ വൈദിക വൃത്തിയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട് ഇപ്പോൾ ഒരു പ്രൊബേഷണറായി വേല ചെയ്യുകയാണ്, സെമിനാരിയിൽ പോകുന്നതിന് മുമ്പ്. ഞാൻ സൂചിപ്പിച്ചത് ഇതെല്ലാം വ്യക്തിപരമായ കമ്മിറ്റ്മെൻറ്റിൽ വരേണ്ടതാണ്. ഒരിക്കലും ആരുടെ നേർച്ചയായിട്ടോ ആരുടെയും പ്രാർത്ഥനയായിട്ടോ വരേണ്ടതല്ല. എന്നാൽ ആര് പ്രാർത്ഥിച്ചാലും ആര് നമുക്ക് വേണ്ടി അപേക്ഷിച്ചാലും വ്യക്തിപരമായി ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് വളരെ ഗൗരവമായി ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വേലയിലെത്തിയത് എന്ന് പറയുന്നതിനും എനിക്കതിയായ സന്തോഷമുണ്ട്. CSI മധ്യകേരള മഹായിടവകയിൽ കഴിഞ്ഞ 26 വർഷങ്ങളായി പൗരോഹിത്യ ശുശ്രൂഷയിൽ സജീവമാണ് റവറൻഡ് അലക്സ് പി ഉമ്മൻ. CSI മധ്യകേരള മഹായിടവകയുടെ കീഴിലുള്ള നിരവധി സംഘടനകൾക്ക് നേതൃത്വം വഹിച്ചു. കഴിഞ്ഞ 3 വർഷത്തോളമായി CSI മധ്യകേരള മഹായിടവകയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും സാഹിത്യ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയുമാണ് റവറൻഡ് അലക്സ് പി ഉമ്മൻ. എന്നാൽ എൻ്റെ MA പഠന ശേഷം എൻ്റെ വൈദിക വിദ്യാഭ്യാസ കാലം ഭാരതത്തിൽ തന്നെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ പഠിക്കുവാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരവും ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുന്നതുമാണ്. അതിന് കാരണം യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ് മുന്നോട്ട് വച്ച ഒരാശയം, അത് ആ വേദപഠന കേന്ദ്രം പ്രചരിപ്പിക്കുന്ന ഒരാശയമുണ്ട്. ആ ആശയം എൻ്റെ ഉള്ളിലെന്നും ഉറങ്ങിക്കിടന്ന ഒരു ആശയവുമായി വളരെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് അവിടുത്തെ വിദ്യാഭ്യാസം ഏറെ സന്തോഷകരവും എൻ്റെ ആത്മീയ വഴിത്താരയിൽ എനിക്കേറെ പ്രചോദനവുമായി. എല്ലാ ഇടങ്ങളിലും ഉള്ളതുപോലെ പരിമിതികളും പരാജയങ്ങളുമൊക്കെ അവിടെയും ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ ദൈവവിശ്വസ്തതയും ദൈവിക സ്നേഹവും അത് നമ്മെ എപ്പോഴും പിന്തുടരും എന്നുള്ളതുകൊണ്ടാണ് ആ പഠനകാല ശേഷം 26 വർഷം മധ്യകേരള മഹായിടവകയിലെ വിവിധ ശുശ്രൂഷകളിൽ എനിക്ക് പ്രവർത്തിക്കുവാൻ ദൈവം അവസരം നൽകിയത്. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ എൻ്റെ ദൈവശാസ്ത്ര യാത്രയിൽ എനിക്കൊരു കാര്യം മാത്രമാണ് ഏറെ ബലത്തോടെ പറയാൻ താല്പര്യപ്പെടുക. യേശുക്രിസ്തു എന്ന സത്യം, ആ നിത്യസത്യം, അതിലേക്കുള്ള മനുഷ്യൻ്റെ പ്രയാണം എന്നുമുണ്ടാകണം. അതിനെ തമസ്കരിക്കുന്ന ഒരു വിശ്വാസ പാരമ്പര്യവും പാടില്ല എന്നത് എൻ്റെ വിശ്വാസ ജീവിതത്തിലെ, എൻ്റെ സുവിശേഷ കർമ്മപന്ഥാവിലെ ഒരു വലിയ താല്പര്യമുള്ള സംഗതിയാണ്. അതിന് ഒത്തിരി ബലം പകരുന്ന ഒരു വൈദിക വിദ്യാഭ്യാസം എനിക്ക് യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ ലഭിച്ചു എന്നുള്ളതാണ് എനിക്കേറെ സന്തോഷകരമായി എൻ്റെ വൈദിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് എനിക്ക് ഓർത്തെടുക്കാനായിട്ടുള്ളത്. 1999 എൻ്റെ വൈദിക വിദ്യാഭ്യാസം കഴിയുന്നത്. എനിക്കെന്നും മറക്കാൻ കഴിയാത്ത ഒരു CSI ബിഷപ്പ് ആണ് റൈറ്റ് ഡോക്ടർ സാം മാത്യു തിരുമേനി. എൻ്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ഒരു പിതാവിനെ പോലെ, ഒരു സഹോദരനെ പോലെ, ഒരു സഭാ അംഗത്തെ പോലെ എന്നെ കരുതി ഒത്തിരി സ്നേഹിച്ച ഒരു സ്വാത്വികനാണ് എന്നെ സംബന്ധിച്ച് അഭിമന്യ സാം മാത്യു തിരുമേനി. തിരുമേനിയാണ് എന്നെ വൈദിക വൃത്തിയിലേക്ക് നയിക്കുന്നതും തിരുമേനിയാണ് എന്നെ തലയിൽ കൈവച്ച് ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതും. എന്നെ ആദ്യം ഇടക്കുന്നമെന്ന ഒരു ഗ്രാമീണ ദേവാലയത്തിലാണ് നിയോഗിച്ചതെങ്കിലും അതിനുശേഷമുള്ള എൻ്റെ നിയോഗം മധ്യകേരള മഹായിടവകയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിന് കാരണം എൻ്റെ ദീർഘകാലത്തെ മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനവുമായുള്ള ബന്ധവും
പ്രവർത്തന പരിചയവുമാണ് എന്ന് ഞാൻ ധരിക്കുന്നുവെങ്കിലും അതിലൊക്കെ ഉപരിയായി ഡോക്ടർ സാമറ്റ് തിരുമേനിയുടെ എന്നിലുള്ള വിശ്വാസവും അദ്ദേഹത്തിൻ്റെ സ്നേഹവുമാണ് അത് എന്ന് പൂർണ്ണമായിട്ട് ഞാൻ തിരിച്ചറിയുകയാണ്. തുടർന്നിങ്ങോട്ട് ഞാൻ ഇടക്കുന്നതിന് ശേഷം തുരുത്തി, അത് കഴിഞ്ഞ് ഡാലസ് എന്ന അമേരിക്കൻ കോൺഗ്രിഗേഷൻ, പിന്നീട് കോയമ്പത്തൂർ, പിന്നീട് വെച്ചുച്ചിറ, പിന്നീട് തലവടി, എടത്തുവായിലുള്ള തലവടി. അതിനുശേഷമുള്ള 4 വർഷം ഞാൻ ചേർത്തലയിലുള്ള ബിഷപ്പ് വിദ്യാപീഠം എന്ന വളരെ പ്രശസ്തമായ സ്ഥാപനത്തിൽ ബേഴ്സറായി, മാനേജരായി ശുശ്രൂഷ ചെയ്തു. പിന്നീട് മദ്ദള മഹായിടവകയിലെ ആദ്യ ദേവാലയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആലപ്പുഴയിലെ CSI ക്രൈസ്റ്റ് ചർച്ച്, അവിടെയാണ് CMSൻ്റെ ആദ്യ മിഷണറിയായ തോമസ് നോട്ടൻ എന്ന സ്വാത്വികൻ എത്തിയതും അവിടുത്തെ അൾത്താരയിലാണ് തോമസ് നോട്ടൻ എന്ന സ്വാത്വികനായ വൈദികൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നതും. ആ ചരിത്രം ഇപ്പോൾ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർവചിക്കാൻ കഴിയാത്തൊരു സന്ദർഭമാണ്. കാരണം ആ അൾത്താരയിൽ കയറുന്ന എല്ലാ വൈദികരും, ആ അൾത്താരയിൽ നിന്നും വിശുദ്ധ സംസർഗം സ്വീകരിക്കുന്ന എല്ലാവരും എൻ്റെ ഭൗതിക ശരീരം മുകളിൽ ചവിട്ടിയിട്ട് വേണമെന്ന് പറഞ്ഞ 1816 മെയ് മാസം 8-ാം തീയതി കേരളത്തിലെത്തിയ തോമസ് നോട്ടൻ എന്ന സ്വാത്വികനായ വൈദികൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ ദേവാലയത്തിൽ 3 വർഷക്കാലം ശുശ്രൂഷകനായിരിക്കുവാൻ കഴിഞ്ഞത് ഏറെ ചാരിതാർത്ഥ്യജനകമായ കാര്യമാണ്. ഞാൻ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ ഓർക്കാതിരിക്കുന്നത് ശരിയല്ല. തോമസ് നോട്ടൻ എന്ന സ്വാത്വികനായ വിദേശ മിഷണറി, CMS മിഷണറി 480 രാവും പകലും ഒരു പായ്ക്കപ്പലിൽ യാത്ര ചെയ്ത് വഴിമധ്യേ തൻ്റെ ഒരു പൈതൽ പോലും നഷ്ടപ്പെട്ട് കൊച്ചി വഴി കോട്ടയത്തെത്തി അവിടുന്ന് ആലപ്പുഴയിൽ പ്രവർത്തന കേന്ദ്രമാക്കിയപ്പോൾ അങ്ങനെയുള്ള ആദ്യ ദേവാലയമാണ് CSI ക്രൈസ്റ്റ് ചർച്ച് ആലപ്പുഴ. ആ ആലപ്പുഴയിലെ സേവനകാലം എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷകരവും ആത്മീയ പ്രചോദനത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. അവിടെ നിന്ന് ഹോക്സ്വർത്ത് എന്ന മിഷണറി സ്ഥാപിച്ച തിരുവല്ലയിലെ തോലശ്ശേരി എന്ന ഇടവകയിലായിരുന്നു. അവിടെയും ആ മിഷൻ കുന്നിലും എൻ്റെ ഓർമ്മകളിൽ എനിക്ക് മറക്കാൻ കഴിയാത്ത ധാരാളം ധന്യനിമിഷങ്ങളും ആത്മീയ ശക്തിയും ലഭിച്ച ഒരു ഇടമായിരുന്നു തോലശ്ശേരി കുന്ന്. ആ കുന്നിൽ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് ഞാൻ 175 വർഷം പാരമ്പര്യമുള്ള ട്രിവാൻഡ്രം ക്രൈസ്റ്റ് ചർച്ചിലേക്ക് നിയമിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രം ക്രൈസ്റ്റ് ചർച്ചിൽ സേവനം ചെയ്യുമ്പോൾ നിരവധി ദേവാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാൻ അവസരം നൽകിയിട്ടുണ്ട്. ഒപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ മദ്ദള മഹായിടവകയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി, അതിനുശേഷം ഗായക സംഘത്തിൻ്റെ അസോസിയേഷനായ കോറിസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയായി, പിന്നീട് മദ്ദള മഹായിടവകയുടെ ലഹരി വിരുദ്ധ സമിതിയുടെ ജനറൽ സെക്രട്ടറിയായി, അതിനുശേഷം അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിലായി മഹായിടവകയുടെ ചിൽഡ്രൻസ് ബോർഡ് സെക്രട്ടറി, സോഷ്യൽ ബോർഡ് സെക്രട്ടറി, ഇപ്പോൾ ഞാൻ മഹായിടവകയുടെ ലിറ്ററേച്ചർ ബോർഡ് സെക്രട്ടറിയാണ്. ഒപ്പം കഴിഞ്ഞ 3 ടേമായി മദ്ദള മഹായിടവകയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയാണ്. ഇതിലൊക്കെ ഉപരിയായി എൻ്റെ പാഷനേറ്റായിട്ടുള്ളൊരു ഏറിയാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം. എൻ്റെ മഹായിടവകയുടെ പ്രവർത്തനങ്ങളിൽ ആരംഭിച്ച ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇപ്പോൾ കോട്ടയത്ത് ട്രാഡായിൽ, മാങ്ങാനത്തുള്ള ട്രാഡ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കേരള സംയുക്ത ക്രൈസ്തവ മദ്യവർജന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് കൂടി ഇപ്പോൾ സേവനം ചെയ്യുന്നു എന്നതിനേക്കാൾ ആവുന്ന രീതിയിൽ പ്രവർത്തനം ചെയ്യുന്നു എന്നുള്ള ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇതാണ് എൻ്റെ പ്രവർത്തന സരണിയുടെ നാളിതുവരെയുള്ള ഒരു നേർരേഖയും രൂപരേഖയുമൊക്കെ. ക്രൈസ്തവ ഗാനരചയിതാവ് എന്ന നിലയിലും ഗായകൻ എന്ന നിലയിലും ദൈവം തനിക്ക് നൽകിയ കഴിവുകൾ വിനിയോഗിച്ചുകൊണ്ട് സഭാ ശുശ്രൂഷകളിൽ സജീവമായി തുടരുകയാണ് റവറൻഡ് അലക്സ് പി ഉമ്മൻ. സംഗീതം പഠിച്ചിട്ടില്ല, പക്ഷേ അതൊരു പാരമ്പര്യമുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പാരമ്പര്യം ഈ പൗരോഹിത്യത്തിൽ കാര്യമേ അല്ല. പക്ഷേ എൻ്റെ പാരമ്പര്യത്തിനകത്ത് ഈ കേരള ക്രൈസ്തവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാളാണ് ആത്മോപകാരി റവറൻഡ് ടി കോശി അച്ഛൻ. അദ്ദേഹമാണ് ധാരാളം ക്രൈസ്തവ ഇംഗ്ലീഷ് കീർത്തനങ്ങൾ
മലയാളത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിലൊന്ന് കൂടപ്പാർക്ക, അതായത് അബൈഡ് വിത്ത് മീ എന്ന് പറയപ്പെടുന്ന വിഖ്യാതമായ ആ പാട്ട് നിങ്ങൾക്കറിയാവുന്നതിൻ്റെ വിചാരം. അത് നമ്മുടെ ഇന്ത്യൻ ആർമി പ്രത്യേകിച്ച് ഈ ഇൻഡിപെൻഡൻസ് ഡേയിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കീർത്തനം ആണ് ഈ അബൈഡ് വിത്ത് മീ എന്ന് പറയുന്നത്. ആ പാട്ട് മലയാളത്തേക്ക് ഭാഷാന്തരം ചെയ്ത ആളും പിന്നെ എന്നുള്ളിലെന്നും വസിച്ചില്ല എന്ന് പറയപ്പെടുന്ന വിഖ്യാതമായ പാട്ടുകളൊക്കെ എഴുതിയ ഒരു സ്വാത്വികനായ എൻ്റെ പൂർവ്വസൂരിയാണ് ആത്മകാര്യ റവൻ ടി കോശിയച്ചൻ. അപ്പോൾ ടി കോശിയച്ചൻ്റെ അച്ഛന് സംഗീത വിദ്യാഭ്യാസ പഠനമൊന്നുമില്ല, പക്ഷേ ആ ഒരു ആത്മീയ നിക്ഷേപം എന്നിലുമുള്ളതാണ് എൻ്റെ സന്തോഷം. സംഗീത ശുശ്രൂഷയിൽ പ്രധാനമായിട്ടും ഗാനരചന ആവശ്യത്തിനുണ്ട്. യൂട്യൂബിൽ ധാരാളം പാട്ടുകൾ എൻ്റെ ലഭ്യമാണ്. അത് എല്ലാം പലരും എഴുതിയതും എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളുമൊക്കെ പലപ്പോഴും ഞാൻ സംഗീത അകമ്പടിയോടെ അത് സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആവശ്യമനുസരിച്ച് പാട്ടുകൾ എഴുതുകയും പാടുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഒരു പാട്ടിൻ്റെ ഒരു 4 വരി എൻ്റെ ഒരു സുഹൃത്ത്, എറണാകുളത്ത് ഉള്ള ഒരു സുഹൃത്ത് കമ്പോസ് ചെയ്ത ഒരു പാട്ടാണ്. അതിൻ്റെ ഒരു 4 വരി പാടി പടാം. ഒരിക്കൽ കൂടി ഞാൻ നിൻ സന്നിധേ നന്ദി കരേറ്റിടുന്നു. ഒരിക്കൽ കൂടി ഞാൻ നിൻ സന്നിധേ നന്ദി കരേറ്റിടുന്നു. എത്ര അത്ഭുതമേ എന്നെ നടത്തിയ വഴികളെല്ലാം. എത്ര ഭാഗ്യവാൻ ഞാൻ, നീ എന്നെ കാത്തിടുന്നു. വർണ്ണിപ്പാൻ വാക്കുകളില്ല, എണ്ണിയാൽ തീരുകില്ല നീ ചെയ്താനുഗ്രഹങ്ങൾ. വർണ്ണിപ്പാൻ വാക്കുകളില്ല, എണ്ണിയാൽ തീരുകില്ല നീ ചെയ്താനുഗ്രഹങ്ങൾ. ഒരിക്കൽ കൂടി ഞാൻ നിൻ സന്നിധേ നന്ദി കരേറ്റിടുന്നു. നീ തന്ന നന്മകളെ എന്നുമെന്നും നന്ദിയാൽ പാടിടും ഞാൻ. നീ തന്ന നന്മകളെ എന്നുമെന്നും നന്ദിയാൽ പാടും ഞാൻ. എത്ര ആശ്വാസമേ എന്നെ കരുതിയ ദിനങ്ങളെല്ലാം. എത്ര സ്നേഹമോടെ നീ എന്നെ ചേർത്തതിനാൽ നന്ദിയാൽ പാടി സ്തുതിപ്പാ. നീ തന്ന ഈ ജീവിതം ഭാഗ്യമെന്നെന്നിടും ഞാൻ. നന്ദിയാൽ പാടി സ്തുതിപ്പാ. നീ തന്ന ഈ ജീവിതം ഭാഗ്യമെന്നോട്ടിടും ഞാൻ. ഒരിക്കൽ കൂടി ഞാൻ നിൻ സന്നിധേ നന്ദി കരേറ്റിടുന്നു. ഒരിക്കൽ കൂടി ഞാൻ നിൻ സന്നിധേ നന്ദി കരേറ്റിടുന്നു. ഇപ്പോൾ CSI മധ്യകേരള മഹായിടവകയുടെ കീഴിൽ തിരുവനന്തപുരം CSI ക്രൈസ്റ്റ് ചർച്ച് വികാരിയായി
സേവനം അനുഷ്ഠിച്ചു വരികയാണ് റവറൻഡ് അലക്സ് പി ഉമ്മൻ. വേൾഡ് ടു വേൾഡ് ടി വിയിലെ പ്രേക്ഷകരോടും ഇത് കേൾക്കുന്ന എല്ലാവരോടും പറയുവാൻ ആത്യന്തികമായി ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വിശ്വാസത്തിൻ്റെ ആധാരമായ ക്രിസ്തുവിനെ മറക്കാതെ ഇരിക്കുക. നിത്യജീവൻ ഉണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കുക. യേശു രണ്ടാമത് വരും എന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുവാൻ മടി കാണിക്കാതെ ഇരിക്കുക. അങ്ങനെ ക്രൂശിനെ വഹിച്ചുകൊണ്ടും ക്രിസ്തുവിനെ സ്നേഹിച്ചുമുള്ള ഒരു ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിൻ്റെ, വചന കേന്ദ്രീകൃത ജീവിതത്തിൻ്റെ സത്തയെ സ്വാംശീകരിക്കുകയും നൽകുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമാകുവാൻ എല്ലാവരും ശ്രമിക്കണം എന്നുള്ള ആത്യന്തികവും പ്രാഥമികവുമായ ഒരു വലിയ സന്ദേശത്തോടെ ഞാൻ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു. തിരുവനന്തപുരം CSI ക്രൈസ്റ്റ് ചർച്ച് വികാരി റവറൻഡ് അലക്സ് പി ഉമ്മനച്ചൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.